1-ാം സങ്കീർത്തനത്തിൽ ഭാഗ്യപ്പെട്ട ഒരു ജീവിതത്തെക്കുറിച്ച് സങ്കീർത്തകൻ പറയുന്നുണ്ട്. സങ്കീർത്തനം 1 അതിനകത്ത് പറയുന്നുണ്ട് ഈ ഭാഗ്യപ്പെട്ട ജീവിതത്തിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് എങ്ങനെ പറയുന്നത്. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെ ആണ് അവൻ. അവൻ്റെ പ്രവർത്തനങ്ങൾ സഫലമാകുന്നു. അവൻ്റെ പ്രവർത്തനങ്ങൾ അവൻ്റെ അധ്വാനം ഫലദായകമായിട്ട് തീരും. ആരാണവൻ? 3 കാര്യങ്ങളാണ് അവിടെ സങ്കീർത്തകൻ പറയുന്നത്. 1, ദുഷ്ടരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാത്തവനും. 2, പാപത്തിൻ്റെ വഴിയിലൂടെ നടക്കാത്തവനും. 3, പരിഹാസകരുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാത്തവനും ഭാഗ്യവാൻ. അവൻ നീർച്ചാലിനരികെ നട്ട വൃക്ഷം പോലെയായിരിക്കും, യഥാകാലം ഫലം തരും, അവൻ്റെ പ്രവൃത്തികൾ ഫലമണിയും. ഇന്ന് അനേകരുടെ ജീവിതത്തിലെ പ്രശ്നം ഇതാണ്. രാത്രിയും പകലും അധ്വാനിക്കുന്നുണ്ട്, പക്ഷേ അധ്വാനം ഫലം കാണുന്നില്ല. ഒരുപാട് അറിവുണ്ട്, ഒരുപാട് കഴിവുണ്ട്, പക്ഷേ ജീവിതത്തിൽ അതിൻ്റെ ഫലം കാണുന്നില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കാണാനുള്ള നിബന്ധനകളിൽ 3 നിബന്ധനകളിൽ ഒന്നാണ് പരിഹാസകരുടെ പീഠത്തിലിരിക്കാത്തവൻ, മറ്റുള്ളവരെ പരിഹസിക്കാത്തവൻ. അവന് പ്രത്യേകമായി ദൈവകൃപ എന്നാണ് പറയുന്നത്. ബൈബിൾ അത്ര പ്രാധാന്യം ഇതിന് കൊടുക്കുന്നുണ്ട്, മറ്റുള്ളവരെ പരിഹസിക്കുന്നതിൻ്റെ ഗൗരവം. അപ്പം മറ്റുള്ളവരെ പരിഹസിക്കാതെ പുച്ഛിക്കാതെ ജീവിക്കുന്നവൻ്റെ മേൽ ദൈവത്തിൻ്റെ കൃപയുണ്ടാകും. അവൻ്റെ അധ്വാനം വ്യർത്ഥമായി പോകുകയില്ല, അവൻ്റെ കഷ്ടപ്പാടുകൾ ദൈവം പരിഗണിക്കും എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുകയാണ്. അതുകൊണ്ട് പരിഹസിക്കുന്ന സ്വഭാവങ്ങൾ ദൈവമക്കൾക്ക് ചേർന്നതല്ല. മറ്റുള്ളവരെ പരിഹസിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെടും. ആത്മീയ ജീവിതത്തിൽ വളരാൻ കഴിയില്ല, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുകയാണ്. ചില ആളുകളെ പരിഹസിക്കുന്നത് തമാശയായിട്ടാണ്, തമാശ പറഞ്ഞതാണ്. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ ചെലവിലുള്ള തമാശ അത് പാപമാണ്. മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ടുള്ള തമാശ പാപമാണ്. മറ്റുള്ളവരുടെ ആത്മാഭിമാനം വ്രണപ്പെടുന്ന, വികാരങ്ങളെ മുറിപ്പെടുത്തുന്ന തമാശകൾ ഒരിക്കലും തമാശല്ല, അത് പാപമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഏതൊരു വ്യക്തിയാണെങ്കിലും ഭാര്യയെ പരിഹസിക്കുക, ഭർത്താവിനെ പരിഹസിക്കുക, ഭാര്യയുടെ വീട്ടുകാരെ പുച്ഛിക്കുക, ഭർത്താവിൻ്റെ വീട്ടുകാരെ പുച്ഛിക്കുക, മാതാപിതാക്കളെ പുച്ഛിക്കുക, ഇതൊക്കെ പലപ്പോഴും ഒരു തെറ്റായിട്ട് മനുഷ്യർ കാണുന്നില്ല. പരിഹസിക്കുന്നത് അവഹേളിക്കുന്നതിന് തുല്യമാണ്. അത് ആ വ്യക്തിയുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പ്രവൃത്തിയാണ്. അത് ഗുരുതരമായ തെറ്റായി ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ മേഖലകളിൽ പാളിച്ചകൾ പറ്റിയിട്ടുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തണം. ഒരുപക്ഷെ ഭർത്താവിന് കഴിവ് കുറവായിരിക്കാം. നിങ്ങളെക്കൊണ്ട് എന്തിനു കൊള്ളാമെന്ന് ചോദിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അതൊരു വല്ലാത്ത മുറിവാണ്. ഒന്നിനും കൊള്ളാത്ത ഇവനെ കൊള്ളാവുന്നതിനാക്കാൻ വേണ്ടിയാണ് നിന്നെ ദൈവം ഏൽപ്പിച്ചത്. എന്നിട്ട് നീ വീണ്ടും കുറ്റപ്പെടുത്തി വീണ്ടും തകർത്താൽ അവന് പിന്നെ എന്താണ് പ്രതീക്ഷിക്കാനുള്ളത്? അവൻ്റെ ഹൃദയത്തിൻ്റെ നൊമ്പരം ദൈവം കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറയുന്നതിന് ന്യായമുണ്ടാകും. നമ്മുടെ വേദനയിൽ നിന്നായിരിക്കാം പലപ്പോഴും പറഞ്ഞത്, പക്ഷേ അത് ദൈവഹിതമല്ല, അത് വളർത്തുന്നതല്ല, അത് കുടുംബത്തിന് ഐശ്വര്യം നൽകുന്നതല്ല, അത് എനിക്ക് നന്മയുണ്ടാകുകയില്ല, എൻ്റെ ജീവിത പങ്കാളിയെ നശിപ്പിക്കും. അതുകൊണ്ട് ഒരു വ്യക്തിയെയും കഴിവുകെട്ടവളെന്നോ കഴിവുകെട്ടവനെന്നോ നിന്നെ എന്തിനോ കൊള്ളാമെന്നോ ഒരിക്കലും പറയാൻ പാടില്ല. ദൈവം വസിക്കുന്ന ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനെയോ മകളെയോ പുച്ഛിക്കുന്നത് ദൈവത്തെ വേദനിപ്പിക്കുന്നു. അതുകൊണ്ടത് എൻ്റെ കൃപ നഷ്ടപ്പെടുത്തി കളയുന്ന ഒന്നാണ്. ഒരിക്കൽ ഒരു ഭർത്താവ് എന്നോട് പറഞ്ഞതാണ്. ഇത്തിരി പിടിപ്പുകേടൊക്കെ ഉള്ള ഭർത്താവാണ്. അദ്ദേഹം പലപ്പോഴും പല ബിസിനസ്സിലും പോയി ചാടും. എല്ലാ ബിസിനസ്സിലും കൂട്ടുകാർ പറ്റിച്ച് പൊളിയും. അങ്ങനെ കുടുംബത്തിൻ്റെ കടഭാരം വർദ്ധിക്കും. അദ്ദേഹം പറയാണ്, ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും ഇത് വിജയിക്കുമെന്ന് കരുതിയാണ് പോകുന്നത്. പക്ഷേ അവസാനം പരാജയപ്പെട്ട് കഴിയുമ്പോൾ, പണം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഭാര്യയുടെ മുഖത്ത് നോക്കാൻ ഭയങ്കര വിഷമമാണ്. എങ്ങനെ അവൾ അഭിമുഖീകരിക്കും? അങ്ങനെ മനസ്സ് തകർന്ന് ഭാര്യയുടെ മുഖത്ത് നോക്കാൻ കഴിയാതെ ഒടുവിൽ തകർന്നു കഴിയുമ്പോൾ വന്ന് പറയും.
അപ്പോൾ ഭാര്യ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ പറയും അത്രേ, സാരമില്ല, പണമല്ലേ പോയത്, നിങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ, എനിക്ക് നിങ്ങൾ മതി എന്ന് പറയും. ആ ഒറ്റ വാക്കാണ് ആത്മഹത്യ ചെയ്യാതെ എൻ്റെ ജീവിതത്തെ പിടിച്ചു നിർത്തിയതെന്ന് ആ ഭർത്താവ് പറയുണ്ടായി. അതേസമയത്ത് എല്ലാം നശിപ്പിച്ചിട്ട് വന്നേക്കുവാണോ എന്ന് ചോദിച്ചു കൊണ്ടിരുന്നാൽ ഒരുപക്ഷെ അവൻ പോയി ആത്മഹത്യ ചെയ്യുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, പരാജയപ്പെട്ട മനുഷ്യനെ വീണ്ടും പരിഹസിക്കരുത്, വീണുപോയവനെ വീണ്ടും അടിച്ചിരുത്തരുത്, കുറവുള്ളവളെ വീണ്ടും നശിപ്പിക്കരുത് കുറ്റപ്പെടുത്തിക്കൊണ്ട്. അത് പണിതുയർത്തുന്ന ഒരു ശൈലിയല്ല, ദൈവമക്കളുടെ ശൈലിയല്ല, അത് കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് തടസ്സമായിട്ട് തീരുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മൾ പറയുകയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും മറ്റുള്ളവർക്ക് തിരുത്തി കൊടുക്കാം, ഉപദേശിക്കാം, വഴക്ക് പറയാം, ഒക്കെ ചെയ്യാനുള്ള അവകാശം നമുക്കുണ്ട്. പക്ഷെ പുച്ഛിക്കരുത്, പരിഹസിക്കരുത്. അത് പാപമായിട്ട് വരുന്നു, അത് വേദനാജനകമാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ അത് ദുഃഖിപ്പിക്കുന്നത് കൊണ്ട് ഓർക്കണം, ഈ കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കുക. ഉള്ളിൽ വസിക്കുന്ന കർത്താവ് ദുഃഖിക്കുമ്പോൾ എനിക്കെങ്ങനെ സന്തോഷിക്കാൻ പറ്റും? എൻ്റെ ഉള്ളിലെ കർത്താവ് വേദനിച്ചുകൊണ്ട് കഴിയുമ്പോൾ എനിക്കെങ്ങനെ സന്തോഷിക്കാൻ പറ്റും? ആത്മീയമായ ശുഷ്കതയുടെ, പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാത്തതിൻ്റെയൊക്കെ കാരണങ്ങളിൽ ഒന്ന് ഇതാണ് എന്നുള്ള സത്യം നമ്മൾ ഈ രാത്രിയിൽ തിരിച്ചറിയണം. അതുകൊണ്ട് പൗലോസ്ലീഹ എഫേസ്യർക്ക് ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 31-ാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട്, സകല വിദ്വേഷവും ക്ഷോഭവും ക്രോധവും അട്ടഹാസവും ദൂഷണവും എല്ലാ തിന്മകളോടും കൂടി നിങ്ങൾ ഉപേക്ഷിക്കുവിൻ. എല്ലാ അട്ടഹാസങ്ങളും നമ്മുടെ കുടുംബത്തിൽ നിന്ന് നീക്കിക്കളയണം, ക്ഷോഭങ്ങളും ക്രോധങ്ങളും നീക്കിക്കളയണം, വിദ്വേഷം നീക്കിക്കളയണം. എങ്കിലേ കുടുംബത്തിൽ ദൈവസാന്നിധ്യം വളരുകയുള്ളൂ. ദൈവസാന്നിധ്യം ഉള്ളപ്പോഴാണ് ഐശ്വര്യം കുടുംബത്തിലുണ്ടാകുക. ദൈവസാന്നിധ്യം നശിപ്പിക്കുന്ന സംഭാഷണ രീതി പൂർണ്ണമായിട്ട് നീക്കിക്കളയാനുള്ള കൃപയ്ക്ക് വേണ്ടി ഈ രാത്രിയിൽ നമ്മൾ പ്രത്യേകമായ വിധത്തിൽ പ്രാർത്ഥിക്കണം. എന്തുകൊണ്ടാണ് ഈ പരിഹാസത്തെ ദൈവം ഇത്ര ഗൗരവമായിട്ടെടുക്കുന്നത്? ഒരു വ്യക്തിയെ പരിഹസിക്കുന്നത് ഇത്രമാത്രം നമ്മൾ പലപ്പോഴും തമാശയായിട്ടിരിക്കും, ചിലപ്പോൾ ദേഷ്യം വന്നപ്പോൾ അങ്ങ് പറഞ്ഞു പോയതായിരിക്കും നമ്മുടെ ശീലം കൊണ്ട്. പക്ഷേ സ്വർഗം അതിനെ ഗൗരവമായിട്ട് കാണുന്നതിൻ്റെ പിന്നിൽ കാരണമുണ്ട്. പരിഹാസത്തിൻ്റെ അടിസ്ഥാന കാരണം എന്താണെന്നറിയാമോ? അഹങ്കാരവും ക്രൂരതയുമുള്ള ഹൃദയത്തിൽ നിന്നാണ് പരിഹാസം കടന്നു വരുന്നത്. ഹൃദയത്തിൻ്റെ വലിയൊരു ബന്ധനത്തിൻ്റെ അടയാളമാണ് മറ്റുള്ളവരെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നത്. അഹങ്കാരിയായ മനുഷ്യൻ്റെ സുഭാഷിതം 21:24 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, അഹങ്കാരിയും ധിക്കാരിയുമായ മനുഷ്യൻ്റെ പേർ പരിഹാസകൻ എന്നാണ്. അപ്പോൾ അഹങ്കാരത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ നിയമങ്ങളെ ധിക്കരിക്കുന്ന മനോഭാവത്തിൽ നിന്ന്, എളിവില്ലായ്മയിൽ നിന്നാണ് പരിഹാസം വരുന്നത്. മറ്റൊന്ന് ക്രൂരതയാണ്. അവിടെ മറ്റേ വ്യക്തിയെ ജീവനോടെ കൊല്ലുകയാണ് പരിഹസിക്കുമ്പോൾ. അപ്പോൾ ക്രൂരതയും അഹങ്കാരവുമുള്ള ഒരു ഹൃദയം ആ വ്യക്തിക്ക് ഉള്ളത് കൊണ്ടാണ് ആ വ്യക്തിക്ക് ദൈവകൃപ നഷ്ടപ്പെട്ടു പോകുന്നതും ബൈബിൾ ഇതിനെ വളരെ ഗൗരവമായിട്ട് കാണുകയും ചെയ്യുന്നത്. പ്രഭാഷകൻ 23:15 പറയുന്നുണ്ട്, നിന്ദനം ശീലിച്ചവൻ ജീവിതകാലത്തൊരിക്കലും പക്വത നേടുകയില്ല. ഇപ്പം പ്രായം പലർക്കുമുണ്ട്, ശാരീരിക വളർച്ചയുണ്ട്, പക്വതയില്ല. നിന്ദനം ശീലിക്കുന്ന വ്യക്തികൾക്ക് പക്വത നേടാൻ കഴിയില്ല. പക്വത വന്നാലാണ്, ഇപ്പോൾ ഒരു മരം, പ്ലാവായിക്കോട്ടെ മാവായിക്കോട്ടെ, വളർന്നാലും ചില മാവുകളൊക്കെ വളർന്നാലും ഫലം ചൂടുന്നില്ല. പക്വത വരുമ്പോഴാണ് ഫലം ചൂടുന്ന ജീവിതം ഉണ്ടാകുക. നമ്മുടെ ജീവിതത്തിൽ പ്രായമുള്ളത് കൊണ്ട്, വിദ്യാഭ്യാസമുള്ളത് കൊണ്ട് ഫലം ചൂടുന്ന ജീവിതമായിട്ട് മാറുന്നില്ല, മറിച്ച് പക്വത വരണം. ഈ പക്വത ആർജിക്കുന്നത് മറ്റുള്ളവരെ മാനിക്കാൻ കൂടി പഠിച്ചുകൊണ്ടാണ്. മറ്റുള്ളവരിലെ ദൈവസാന്നിധ്യത്തെ മനസ്സിലാക്കാൻ നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു കൃപ നമുക്ക് കിട്ടുക. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെ പരിഹസിക്കുക, പുച്ഛിക്കുക, അപമാനിക്കുക എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ വളരെയേറെ ഗൗരവത്തോടെ കാണേണ്ട ഒരു മേഖലയുണ്ട്. അത് മാതാപിതാക്കളുമായി ഉള്ള ബന്ധമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ നോഹയുടെ ജീവിതത്തിലെ ഒരു സംഭവം പറയുന്നുണ്ട്. ജലപ്രളയത്തിന് ശേഷം 9-ാമത്തെ അധ്യായത്തിൽ 1 മുതലുള്ള വചനങ്ങളിൽ നമുക്ക് വായിക്കാൻ പറ്റും. ജലപ്രളയത്തിന് ശേഷം നോഹ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു. എന്നിട്ട് വീഞ്ഞുണ്ടാക്കി.
വീഞ്ഞുണ്ടാക്കി വീഞ്ഞ് കഴിച്ച് ലഹരി പിടിച്ചു. അവൻ ജലപ്രളയമൊക്കെ കഴിഞ്ഞപ്പോൾ സ്വസ്ഥതയായി. അടുത്ത പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് പിന്നെ അദ്ദേഹം ചെയ്തത് മുന്തിരിത്തോട്ടം ഉണ്ടാക്കി, വൈൻ കഴിച്ച് ലഹരി പിടിച്ച് ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ ലഹരി പിടിച്ച് ഒരു ദിവസം വസ്ത്രമില്ലാതെ നഗ്നനായി നോഹ തൻ്റെ കൂടാരത്തിൽ കിടക്കുകയാണ്. മദ്യം ഒരു വ്യക്തിയെ ഏതവസ്ഥയിലേക്ക് എത്തിച്ചെന്ന് നോക്കുക. ദൈവം തിരഞ്ഞെടുത്ത ഉന്നതനായ വ്യക്തിയാണ്. പക്ഷേ ഇതാ തുണിയില്ലാതെ കിടക്കുന്നു മദ്യത്തിൻ്റെ ലഹരിയിൽ. അങ്ങനെ നോഹ മദ്യലഹരിയിൽ വസ്ത്രമില്ലാതെ കിടക്കുന്നത് കാനാൻ്റെ പിതാവായ ഹാം, മക്കളിൽ ഒരാളായ ഹാം, കാനാൻ്റെ പിതാവായ ഹാം കണ്ടു. അപ്പൻ മദ്യപിച്ച് തുണിയില്ലാതെ കിടക്കുന്ന കണ്ടപ്പോൾ ഹാമിന് ഒരു തമാശ തോന്നി. ഹാം കൂടാരത്തിൻ്റെ പുറത്തിറങ്ങി കൈകൊട്ടി മറ്റു സഹോദരങ്ങളെയൊക്കെ വിളിച്ചു. ദേ അപ്പൻ കിടക്കുന്ന കിടപ്പ് കണ്ടോ, വന്ന് നോക്കിക്കേ, അപ്പൻ്റെ അവസ്ഥ നോക്കിക്കേ എന്നെല്ലാം പറഞ്ഞ് സഹോദരങ്ങളെല്ലാം വിളിച്ച് കാണിച്ചു കൊടുത്തു. അപ്പൻ വിവസ്ത്രനായി ലഹരി പിടിച്ച് ബോധമില്ലാതെ കിടക്കുന്നത്. പക്ഷേ ഹാമിൻ്റെ സഹോദരങ്ങളായ ഷേമും യാഫേത്തും ഇതറിഞ്ഞപ്പോൾ, ഇത് കേട്ടപ്പോൾ അവർക്ക് വിഷമം തോന്നി. അവരെന്ത് ചെയ്തു? അവർ ഓടി വന്ന് അപ്പൻ്റെ വസ്ത്രമെടുത്ത് അപ്പൻ്റെ നഗ്നത മറച്ചു. പക്ഷെ ഹാം നഗ്നത മറക്കുകയല്ലേ, ഇത് വിളിച്ചു കൂവയത്. അപ്പൻ്റെ അവസ്ഥ കാണിച്ചു കൊടുത്ത് അപ്പനെ അപമാനിച്ചു. ഉറക്കം തെളിഞ്ഞപ്പോൾ സംഭവിച്ചതൊക്കെ നോഹ അറിഞ്ഞു. തൻ്റെ മകനായ ഹാം താൻ നഗ്നനായി കിടക്കുന്ന കണ്ട് വിളിച്ചു കൂവി എല്ലാവരെയും അറിയിച്ചു, നാണക്കേടുണ്ടാക്കി, അപമാനിച്ചു എന്നറിഞ്ഞപ്പോൾ നോഹയ്ക്ക് വിഷമമുണ്ടായി. നോഹ ഉടൻ തന്നെ ഹാമിനെ ശപിക്കുക. ഹാം തൻ്റെ സഹോദരങ്ങൾക്ക് ദാസ്യവേല ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശപിക്കുക. അതേസമയത്ത് ആരോടും പറയാതെ തന്നെ വസ്ത്രമുടിപ്പിച്ച യാഫേത്തും ഷേമും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഹാമിൻ്റെ സന്തതി പരമ്പരകളാണ് കനാന്യർ. കനാൻ ദേശം നമുക്കറിയാം. കനാൻ ദേശത്തെ 7 ജാതികൾ അവർ അധാർമികതയിലൂടെ നശിച്ച് ദൈവകോപത്തിനിരയായി അവർ നശിപ്പിക്കപ്പെട്ടു നമുക്കറിയാം. അപ്പോൾ ഈ കനാന്യരുടെ പിതാവായ ഹാമിൻ്റെ ജീവിതത്തിൽ പിതാവിൻ്റെ ഒരു ശാപം കടന്നു വന്നതായിട്ട് ബൈബിളിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നു. അപ്പോൾ അപ്പൻ്റെ നഗ്നത അനാവൃതമാക്കിയ മകൻ ശാപഗ്രസ്തനായി തീർന്നു. അനേക വ്യക്തികളുടെ ജീവിതത്തിൽ ദൈവകൃപ നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ പിന്നിലുള്ള കാരണങ്ങളിൽ ഒന്ന് മാതാപിതാക്കളെ പരിഹസിക്കുക, മാതാപിതാക്കളെ അപമാനിക്കുക, പുച്ഛിക്കുക തുടങ്ങിയ പ്രവൃത്തികളാണെന്ന് പല ജീവിതങ്ങളെയും അടുത്ത് പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ കുറവുള്ളവരായിരിക്കാം. പക്ഷെ അവരുടെ കുറവുകൾ വിളിച്ചു പറഞ്ഞ് നടക്കാൻ പാടില്ല. അവരെ മാനിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അവർ അവഹേളിക്കപ്പെടാൻ നമ്മൾ കാരണമാകരുത്. മാതാപിതാക്കളുടെ കുറവുകൾ മൂടിവെക്കുന്ന മക്കൾ അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവരുടെ കുറവുകൾ വിളിച്ചു പറഞ്ഞ് അവരെ അപമാനിക്കുന്നവർ ശപിക്കപ്പെട്ട അനുഭവത്തിലേക്ക് കടന്നു വരുന്നു. ചിലർ പ്രായമായി കഴിയുമ്പോൾ, മാതാപിതാക്കൾ പ്രായമായി കഴിയുമ്പോൾ, ചെറിയ പ്രായത്തിൽ അവർക്കുണ്ടായ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾക്ക് പകരം വീട്ടുന്നത് അവരെ പുച്ഛിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും. ഈ അടുത്ത കാലത്ത് ഒരു ഡോക്ടറാണ്. അദ്ദേഹം വേദനയോടെ പറഞ്ഞു, കുറേ വർഷങ്ങളായി വീട് പണിയാൻ ശ്രമിച്ചിട്ട് വീട് പണിയാൻ പറ്റുന്നില്ല. വരുമാനമുണ്ട്, പക്ഷെ എപ്പോൾ വീട് പണിയാൻ തുടങ്ങുന്നു അപ്പോൾ മറ്റെന്തെങ്കിലും പ്രശ്നം വന്ന് തടസ്സം വരുന്നു. വർഷങ്ങളായി ഇത് മനസ്സിനെ മടുപ്പിക്കുകയാണ്. വീട് പണിയാനുള്ള സാഹചര്യങ്ങളുണ്ട്, പക്ഷെ വീട് പണിയാൻ പറ്റുന്നില്ല. അങ്ങനെ നിരാശനായി അദ്ദേഹം എൻ്റെ അടുത്ത് ഇങ്ങനെ വിഷമം പറഞ്ഞപ്പോൾ, അദ്ദേഹവുമായിട്ട് സംസാരിച്ച് വന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകുന്നത്. അപ്പൻ കുടുംബത്തിൽ ഒരുപാട് കടബാധ്യതകൾ വരുത്തി വെച്ചായിരുന്നു. ഈ കടബാധ്യതകളെല്ലാം ഈ മകൻ ഡോക്ടറായതിനു ശേഷമാണ് കൊടുത്തു വീട്ടിയത്. അപ്പോൾ ഈ മകൻ അതിൻ്റെ ഒരു അഹങ്കാരമുണ്ട്. അപ്പൻ വീട് കടം കയറി മുടിച്ചു, ഞാൻ കടമൊക്കെ വീട്ടി വീടിനെ ഐശ്വര്യപ്പെടുത്തി. അതുകൊണ്ട് അതിനുശേഷം അപ്പനോടൊരു പുച്ഛഭാവമാണ്. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഈ അപ്പനെ കുത്തി സംസാരിക്കും, വേദനിപ്പിക്കും. കാരണം കടം വീട്ടിയത് ഞാനാണ്, കുടുംബത്തെ രക്ഷപ്പെടുത്തി ഞാനാണ്, അപ്പൻ നശിപ്പിക്കുകയാണ് ചെയ്തത്.
അപ്പം നിരന്തരമായിട്ട് ഈ അപ്പനെ കുത്തിമുറിവേൽപ്പിക്കുകയും അപ്പനെ ആദരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു മകനായിരുന്നു. അപ്പം ഞാനിത് ഈ കാര്യത്തിൽ പശ്ചാത്തപിക്കണം, പിതാവിനോട് മാപ്പ് പറയണം, പിതാവിൻ്റെ അനുഗ്രഹം വേണം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അതിൻ്റെ ഗൗരവം മനസ്സിലായി. അദ്ദേഹം വളരെ ദൂരെയാണ് താമസിക്കുന്നതെങ്കിലും അദ്ദേഹം അധികം വൈകാതെ വീട്ടിലേക്ക് വണ്ടി കയറി. വീട്ടിൽ ചെന്ന് അപ്പനോട് സോറി പറയാം, അപ്പനോട് കാല് പിടിച്ച് മാപ്പ് ചോദിച്ചു. അവൻ്റെ അഹങ്കാരത്തിന് മാപ്പ് ചോദിച്ചു. അപ്പൻ പൊട്ടിക്കരഞ്ഞു. അപ്പൻ്റെ ഉള്ളിൽ ഒത്തിരി വേദനയുണ്ടായിരുന്നു. എന്ത് കാര്യം പറയുമ്പോഴും ഈ അപ്പനെ മകൻ കുത്തുമായിരുന്നു. അപ്പൻ ആശ്വാസമായി അപ്പൻ കെട്ടിപ്പിടിച്ച് അനുഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം വന്ന് വീട് പണിയാൻ പ്ലാൻ ചെയ്തു. ഒരു കുഴപ്പമില്ലാതെ വളരെ പെട്ടെന്ന് വീട് പണി തീരുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിതാക്കന്മാരുടെ അനുഗ്രഹം മക്കളുടെ ഭവനത്തെ ബലവത്താക്കി മാറ്റും. പിതാക്കന്മാരുടെ കണ്ണുനീര്, മാതാക്കളുടെ കണ്ണുനീര് അനേക കുടുംബങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. നമ്മുടെ കുടുംബങ്ങളിലെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെയോ മുൻ തലമുറകളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള കണ്ണുനീരുകൾക്ക് കാരണമായിട്ടുണ്ടോ എന്ന് ചിന്തിക്കുകയും ഉണ്ടെന്ന് മനസ്സിലായാൽ ദൈവത്തോട് നമ്മൾ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കുടുംബങ്ങൾ ഐശ്വര്യപ്പെടുന്നതിന് വളരെയേറെ ആവശ്യമാണ്. തിന്മ കലർന്ന സംസാരം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നു എന്ന പൗലോസ് ശ്ലീഹ എഫേസ്യർക്ക് ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 29-30 വചനങ്ങളിൽ പറയുന്നുണ്ട്. നിങ്ങളുടെ അധരങ്ങളിൽ നിന്നും തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുദ്രിതമാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. വ്യക്തമായിട്ട് വചനം പറയുകയാണ്. തിന്മയുടെ വാക്കുകൾ, നമ്മുടെ വാക്കുകൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. വാക്കുകൾ നമുക്കറിയാം, വചനം വഴിയാണ് ദൈവം എല്ലാം സൃഷ്ടിക്കുന്നത്. വചനം വഴിയാണ് ദൈവം നമ്മളെ സൗഖ്യപ്പെടുത്തുന്നത്. വചനത്തിന് ശക്തിയുണ്ട്. നമ്മൾ പറയുന്ന ഓരോ വാക്കിനും ശക്തിയുണ്ട്. അതുകൊണ്ട് നമ്മൾ പറയുന്ന വാക്കുകൾ സൂക്ഷിച്ച് നമ്മൾ ഉപയോഗിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർച്ചയുണ്ടാകണമെങ്കിൽ, മാറ്റമുണ്ടാകണമെങ്കിൽ വാക്കുകളെ വിശുദ്ധമായിട്ട് ഉപയോഗിക്കുവാൻ നമ്മൾ പ്രത്യേകം പഠിക്കണം. അല്ലായെങ്കിൽ അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കും എന്ന് പൗലോസ് ശ്ലീഹ നമ്മളെ വ്യക്തമായിട്ടും പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ നൈറ്റ് വിജിലിൽ പങ്കെടുക്കുന്ന നമ്മൾ ഇന്നൊരു തീരുമാനമെടുക്കണം. എൻ്റെ സംസാര രീതിയിൽ ഒരു മാറ്റം ഉണ്ടാകണം. എൻ്റെ സംസാരം ദൈവഹിതമനുസരിച്ചാകണം. അത്ഭുതകരമായ മാറ്റം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. നിങ്ങളുടെ വ്യക്തിത്വം വളരും. നിങ്ങൾക്ക് കൂടുതൽ ആഴമായ ബന്ധങ്ങളുണ്ടാകും. പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുകൾ ജീവിതത്തിലുണ്ടാകും. ചെറിയ കാര്യമായിട്ട് വിചാരിക്കരുത്. സംസാരത്തിൽ തെറ്റുപറ്റാതിരിക്കാൻ ദൈവഹിതമനുസരിച്ചുള്ളൊരു സംഭാഷണ രീതി നമുക്കുണ്ടാകും. മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന വാക്കുകൾ ഒഴിവാക്കണം. മറ്റുള്ളവരെ സുഖപ്പെടുത്തുന്ന വാക്കുകൾ പറയണം. മറ്റുള്ളവരെ ബലപ്പെടുത്തുന്ന വാക്കുകൾ പറയണം. മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്ന വാക്കുകൾ പറയണം. അങ്ങനെ സംസാരിക്കാൻ ബോധപൂർവം നമ്മൾ പരിശീലിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടി നമ്മൾ പ്രാർത്ഥിക്കണം. ഈ അടുത്ത നൈറ്റ് വിജിൽ വരെയുള്ള ഈ ഒരു മാസം മറ്റു കാര്യങ്ങളിലേക്ക് ഈ ഒരൊറ്റ കാര്യം ഫോക്കസ് ചെയ്യുക. ഇതിനു വേണ്ടി തന്നെ പ്രാർത്ഥിക്കുക. എൻ്റെ സംസാരം എൻ്റെ കുടുംബത്തെ പടുത്തുയർത്തുന്നതും എൻ്റെ പ്രിയപ്പെട്ടവരെ പടുത്തുയർത്തുന്നതാക്കി മാറ്റാൻ സഹായിക്കണമേ പരിശുദ്ധാത്മാവേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രത്യേകമായ വിധത്തിൽ പ്രാർത്ഥിക്കണം. പക്ഷേ നമ്മൾ ബോധപൂർവം പരിശ്രമിച്ചതുകൊണ്ട് മാത്രം നമ്മുടെ സംസാര രീതിയിൽ മാറ്റം വരികയില്ല. കാരണം എന്താണ്? ഈശോ പറയുന്നുണ്ട്, ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരങ്ങൾ സംസാരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 34-35 വചനങ്ങളിൽ പറയുന്നുണ്ട്, നല്ല മനുഷ്യൻ നന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു, ദുഷ്ടനാകട്ടെ തിന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. അപ്പോൾ നമ്മുടെ ഹൃദയമാകുന്ന ഭണ്ഡാകാരത്തിൽ വെറുപ്പും വിദ്വേഷവും വാശിയും ദേഷ്യവും കോപവും എല്ലാം അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും പുറത്തു വരുന്ന വാക്കുകളിലും അതൊക്കെ കലർന്നിരിക്കും. ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണ് അധരങ്ങൾ സംസാരിക്കുന്നത്. ഞാൻ മുറിപ്പെടുത്തുന്ന വാക്കുകൾ സംസാരിക്കുന്ന വ്യക്തിയാണെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ മുറിവുകൾ കിടക്കുന്നുണ്ട്.
എനിക്ക് ശുദ്ധീകരണവും സൗഖ്യവും ആവശ്യമാണ് എന്നതിൻ്റെ അടയാളമാണ് എൻ്റെ സംസാരത്തിലെ വൈകല്യങ്ങളൊക്കെ. അപ്പോൾ ഹൃദയത്തിലാണ് പ്രശ്നം കിടക്കുന്നത്. ഹൃദയം മാറാതെ നമുക്ക് സംസാരത്തിലും പെരുമാറ്റത്തിലും ബലം പിടിച്ചുണ്ടാക്കുന്ന മാറ്റങ്ങൾ നിലനിൽക്കുകയില്ല. എത്ര ബലം പിടിച്ചാലും അറിയാതെ നമ്മൾ വീണു പോകുന്നു. ഈശോ വീണ്ടും പറയുന്നുണ്ട് മത്തായി സുവിശേഷത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ വചനം, വായിൽ നിന്ന് വരുന്നത് ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്, അത് മനുഷ്യനെ അശുദ്ധനാക്കുന്നുവെന്ന്. അപ്പം ഹൃദയത്തിൽ നിന്നാണ് ഇതെല്ലാം പുറപ്പെടുന്നത്. അപ്പം ഹൃദയത്തിൽ മാറ്റമുണ്ടാക്കേണ്ടത് ആവശ്യമാണ്. യെശയ്യാ 17:9 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതാണ്, ശോചനീയമാംവിധം ദുഷിച്ചതാണ്, അതിനെ മനസ്സിലാക്കാൻ ആർക്ക് കഴിയും? കർത്താവായി ഞാൻ മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്യുന്നു. കർത്താവിന് മാത്രമേ നമ്മുടെ ഹൃദയത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള അവസ്ഥ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം, എൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാക്കി തരണമേ. നമ്മൾ വിചാരിക്കും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരുപാട് നന്മകളൊക്കെ ചെയ്യുന്നുണ്ട്, അങ്ങനെ നമ്മൾ ചിന്തിക്കുക. പക്ഷേ ഹൃദയത്തിൻ്റെ ശോചനീയമായ അവസ്ഥ നമുക്ക് ബോധ്യപ്പെട്ടാൽ അത് നമ്മളെ എളിമപ്പെടുത്തും. കൂടുതൽ വിശദീകരണത്തിലേക്ക്, കൂടുതൽ പ്രാർത്ഥനയിലേക്ക്, ദൈവാശ്രയത്വത്തിലേക്ക് അത് നമ്മളെ നയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ മറ്റു മേഖലകളിൽ കൃപ ഒഴുകാൻ തുടങ്ങും. നമുക്ക് ആവശ്യങ്ങളൊക്കെ ഒരുപാടുണ്ട്, നമ്മൾ കാണുന്ന പ്രശ്നങ്ങളൊക്കെ പുറത്താണ്. പക്ഷേ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള താക്കോല് നിൻ്റെ ഹൃദയത്തിലാണ്. നിൻ്റെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുമ്പോൾ, നിൻ്റെ ഹൃദയത്തിൽ ദൈവം നിറയുമ്പോൾ, ദൈവാത്മാവ് നിറയുമ്പോൾ, ആ ദൈവാത്മാവ് നിൻ്റെ ജീവിതത്തിൽ പരിപാലനയുടെ വാതിലുകൾ തുറക്കും, നിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കും. നിൻ്റെ ജീവിതയാത്രയിൽ സുഗമമായി മുന്നോട്ട് പോകാനുള്ള വഴികൾ അവൻ നിനക്ക് ഒരുക്കിത്തരും. നീ ചെയ്യേണ്ടത് നിന്നെ തന്നെ ശുദ്ധീകരിക്കാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ എളിമപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഹൃദയം മാറണം, അതാണ് പ്രശ്നം. ഹൃദയം എങ്ങനെ മാറ്റാൻ പറ്റും? ഹൃദയത്തെ മാറ്റാൻ മനുഷ്യന് സാധിക്കുകയില്ല. പലതരത്തിലുള്ള മെഡിറ്റേഷൻ ടെക്നിക്കുകൾ ലോകത്തിലുണ്ട്. ഒരു മെഡിറ്റേഷൻ ടെക്നിക്കിനും മനുഷ്യൻ്റെ ഹൃദയത്തെ മാറ്റാൻ പറ്റില്ല. ഈ മെഡിറ്റേഷൻ വഴി ധ്യാനമുറകൾ കൊണ്ടൊക്കെ മനസ്സിനെ ഏകാഗ്രമാക്കാൻ സാധിക്കും. കുറേയൊക്കെ മനസ്സിൻ്റെ ശക്തിയൊക്കെ ഒരു പരിധി വരെയൊക്കെ വർദ്ധിപ്പിക്കാനും സാധിക്കും. പക്ഷേ ഒരു മെഡിറ്റേഷനും മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ദുഷ്ടത മാറ്റാൻ സാധിക്കുകയില്ല, മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അശുദ്ധി മാറ്റാൻ സാധിക്കുകയില്ല. മനുഷ്യൻ്റെ ഹൃദയത്തെ മാറ്റാൻ കഴിയുന്ന ഏക വ്യക്തി യേശുക്രിസ്തുവാണ്. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഒരു പുതിയ ഹൃദയമാണ്. നമ്മുടെ സഭയുടെ ചരിത്രം മുഴുവൻ എടുത്തു നോക്കുക, ഹൃദയങ്ങളെ മാറ്റുന്ന ദൈവം യേശുക്രിസ്തു മാത്രമാണ്. നോക്കാം, മഗ്ദലന മറിയത്തിൻ്റെ ഹൃദയത്തിൽ മാറ്റമുണ്ടായി. ക്രിസ്ത്യാനികളെ കൊല്ലാൻ നടന്ന സെയിൻറ്റ് പോളിൽ മാറ്റമുണ്ടായി. മരുഭൂമിയിലെ ആദ്യ നൂറ്റാണ്ടിലെ താപസപിതാക്കന്മാരിൽ പ്രശസ്തനായ ഒരു സന്യാസി വര്യനാണ് മോസസ്. ഈജിപ്തിലെ മണലാരണ്യത്തിൽ തപസ് ചെയ്ത് ഒരുപാട് വ്യക്തികളെ വിശുദ്ധീകരിച്ച വിശുദ്ധനായ മോസസ് ഒരു കൊള്ളക്കാരനായിരുന്നു. 70ഓളം കൊള്ളക്കാരുടെ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു മോസസ്. ആ മോസസ് രൂപാന്തരപ്പെട്ടത് എങ്ങനെയാണ്? യേശുവിനെ അറിഞ്ഞപ്പോൾ. യേശുവിനെ അറിയുന്തോറും ഹൃദയത്തിൽ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കും. യേശുവിന് മാത്രമാണ് മനുഷ്യ ഹൃദയങ്ങളെ നവീകരിക്കുവാനും മാറ്റുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. യേശുവിൻ്റെ രക്തത്തിന് നമ്മുടെ ഹൃദയത്തിലെ ദുഷ്ടുകൾ പുറത്തു കളയാൻ കഴിയും. യേശുവിൻ്റെ തിരുരക്തത്തിന് ഒരു പുതിയ ജീവിതം തരാൻ നമുക്ക് സാധിക്കും. എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ 36-ാമത്തെ അധ്യായത്തിൽ 26-ാമത്തെ വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഒരു പുതിയ ഹൃദയം ഞാൻ നിങ്ങൾക്ക് നൽകും, ഒരു പുതു ചൈതന്യം ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നിങ്ങൾക്ക് നൽകും, എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ മറ്റൊരിടത്തു നിന്നും കിട്ടാത്തൊരു കാര്യമാണിത്. ഒരു ആത്മീയ ചര്യകളിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയില്ല. ഞാൻ ഒരുപാട് മെഡിറ്റേഷൻ ടെക്നിക്കുകൾ എൻ്റെ ചെറിയ പ്രായത്തിൽ പരിശീലിച്ച വ്യക്തിയാണ്. ഡൈനാമിക് മെഡിറ്റേഷൻ, അതീന്ദ്രിയ ധ്യാനം,
ഒരുപാട് മെഡിറ്റേഷൻ ടെക്നിക്ക്, ഇവയിലൂടെയൊക്കെ ജീവിതത്തെ വിശദീകരിക്കാനും ശക്തീകരിക്കാനും ഒക്കെ എൻ്റെ യൗവനാരംഭത്തിൽ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ ശ്രമിച്ചുവെങ്കിലും അവയൊന്നും ഹൃദയത്തിലൊരു മാറ്റം ഉണ്ടാക്കിയില്ല. ഹൃദയത്തിന് സമാധാനം തന്നില്ല, സന്തോഷം തന്നില്ല. ഒടുവിൽ കർത്താവായ യേശുവിൻ്റെ സ്നേഹം അറിഞ്ഞപ്പോൾ അതിൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് യേശുവിന് മറ്റുള്ളവരുടെ ഹൃദയങ്ങളെ ചലിപ്പിക്കാനും ഹൃദയത്തിൽ മാറ്റമുണ്ടാക്കാനും പുതിയ മനുഷ്യരായി മാറ്റാനും സാധിക്കുന്നത്? ഒറ്റ കാരണം കൊണ്ടാണ്. അവൻ്റെ സ്നേഹം നിറഞ്ഞിരിക്കുന്ന യേശുവിൻ്റെ തിരുഹൃദയം അറിയുമ്പോൾ ആ സ്നേഹമാണ് നമ്മുടെ ജീവിതത്തെ ചലിപ്പിക്കുന്നത്. സ്നേഹത്തിന് മാത്രമേ ഹൃദയങ്ങളെ ചലിപ്പിക്കാൻ പറ്റൂ. സ്നേഹം കൊണ്ട് മാത്രമേ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്താൻ പറ്റുള്ളൂ. യേശുവിൻ്റെ സ്നേഹം നമുക്ക് വേണ്ടി കുത്തി മുറിവേൽപ്പിക്കപ്പെടാൻ മാത്രം, നമുക്ക് വേണ്ടി സ്വർഗ്ഗം ഉപേക്ഷിക്കാൻ മാത്രം, നമുക്ക് വേണ്ടി മൂന്നാടികളിൽ പിടഞ്ഞ് മരിക്കാൻ മാത്രം എന്നെയും നിങ്ങളെയും സ്നേഹിച്ച യേശുവിൻ്റെ സ്നേഹമുള്ള ഹൃദയമാണ് നമ്മുടെ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ രാത്രിയിൽ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നു, ഒരു പുതിയ ഹൃദയം എനിക്ക് നൽകണം. ഹൃദയം മാറിക്കഴിയുമ്പോൾ പെരുമാറ്റത്തിലൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് മാറ്റമുണ്ടാകും. ബലം പിടിച്ച് ജീവിതത്തെ നന്നാക്കാൻ ശ്രമിച്ചാൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. ബലം പിടിച്ച് ഞാനിനി പൊട്ടിത്തെറിക്കുകയില്ല, ഞാനിനി പരദൂഷണം പറയുകയില്ല എന്നൊക്കെ ബലം പിടിച്ച് നമ്മുടെ ഇച്ഛാശക്തി കൊണ്ട് തീരുമാനിച്ചാൽ പ്രിയപ്പെട്ടവരെ അതൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം എന്താണ്? നമ്മുടെ വിൽ പവറിന് പരിമിതിയുണ്ട്. എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു, ഞാൻ ബാങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ. ആ സുഹൃത്ത് അദ്ദേഹത്തിന് മദ്യപാനമൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അദ്ദേഹത്തെ ധ്യാനം കൂടാൻ ക്ഷണിച്ചു. അപ്പോൾ പറഞ്ഞു, എനിക്ക് ഈ ധ്യാനമൊന്നും കൂടേണ്ട ആവശ്യമില്ല, എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഈ മദ്യപാനം നിർത്താൻ പറ്റുമെന്ന് പറയും. അങ്ങനെ മിക്കവാറും എല്ലാ വലിയ നോമ്പിൻ്റെ സമയത്തും അദ്ദേഹം മദ്യപാനം നിർത്തും. ഈ മദ്യം കഴിക്കണമെന്ന് തോന്നുമ്പോൾ പകരം ആദ്യത്തെ വലിയ നോമ്പിൽ അദ്ദേഹം ചെയ്ത് മുറുക്കാൻ തുടങ്ങി, വെറ്റില മുറുക്കാൻ തുടങ്ങി. കാരണം മദ്യം കഴിക്കണമെന്ന് തോന്നുമ്പോഴെല്ലാം വെറ്റില മുറുക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് നോമ്പെല്ലാം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ നോമ്പിന് മുമ്പ് അദ്ദേഹത്തിന് മദ്യപാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നോമ്പ് കഴിഞ്ഞപ്പോൾ ഇത് സംഭവിച്ചു, അദ്ദേഹത്തിന് മദ്യവും വേണം, വെറ്റിലയും മുറുക്കണം. പ്രിയപ്പെട്ടവരെ, അത് കഴിഞ്ഞ് അടുത്ത വർഷത്തെ നോമ്പ് വന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പലപ്പോഴും പറഞ്ഞു, ധ്യാനം കൂടിയാൽ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റും. അപ്പോഴും അദ്ദേഹം പറയും, ഇതൊക്കെ ഞാൻ വിചാരിച്ച നിർത്താവുന്ന കാര്യമുള്ളൂ, ധ്യാനമൊന്നും കൂടണ്ട. അങ്ങനെ ആ നോമ്പ് കാലത്ത് അദ്ദേഹം വെറ്റില മുറുക്ക് ഉപേക്ഷിച്ചു, മദ്യപാനം ഉപേക്ഷിച്ചു. പകരം അദ്ദേഹം എന്താ ചെയ്തെന്നറിയാവോ? അദ്ദേഹത്തിൻ്റെ പാൻറ്റിൻ്റെ കീശയിൽ ചോക്ലേറ്റ് മേടിച്ചിടും. എന്നിട്ട് മുറുക്കാനൊക്കെ തോന്നുമ്പോൾ ഒരു ചോക്ലേറ്റ് എടുത്ത് കഴിയും. അങ്ങനെ ആ നോമ്പ് കാലത്ത് ബലം പിടിച്ച് അദ്ദേഹം ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി. പ്രിയപ്പെട്ടവരെ, കാലങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചോക്ലേറ്റ് തിന്നണം, ഇടയ്ക്കിടയ്ക്ക് മുറുക്കുകയും ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് കുടിക്കുകയും ചെയ്യണം. ഇതാണ് വിൽ പവർ ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തെ ശരിയാക്കാൻ പോകുമ്പോഴുള്ള കുഴപ്പം. കാരണം നമ്മുടെ വിൽ പവറിന് പരിമിതികളുണ്ട്. നമ്മുടെ ഹൃദയത്തെ മാറ്റാൻ പറ്റുകയില്ല. ഹൃദയം മാറിക്കഴിയുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. ബലം പിടിച്ചുള്ള മാറ്റമല്ല ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാറ്റം, സ്വാഭാവികമായിട്ടുള്ള മാറ്റമാണ്. ആർട്ടിഫിഷ്യലായിട്ടുള്ള വ്യക്തിത്വ വികസനമല്ല ക്രിസ്തീയമായിട്ടുള്ള വികസനം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിലൂടെ വരുന്ന ജീവിതത്തിലുള്ള വ്യതിയാനമാണ് ഈ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. ഇത് വളരെ അനായാസമാണ്. ഇത് നമ്മളല്ല, ദൈവമാണ് നമ്മളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കാൻ പോകുന്നു. നമ്മളുടെ മുഖ്യമായ ലക്ഷ്യം എന്താണ്? മനുഷ്യ ജീവിതത്തെ ദുരിതപൂർണമാക്കുന്നത്, കുടുംബ ബന്ധങ്ങളെ തകർക്കുന്നത്, മുറിവുകൾ ഏൽപ്പിക്കുന്നത് നമ്മുടെ വാക്കുകൾ വഴിയാണ്. പിശാച് തൻ്റെ ദൗത്യങ്ങൾ ഈ ഭൂമിയിൽ നിർവഹിക്കാൻ വേണ്ടി ഏറ്റവും അധികമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ വാക്കുകളാണ്. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ വിശുദ്ധീകരിക്കപ്പെടണം. ദൈവ മക്കളുടെ ഒരു സംഭാഷണ രീതി നമ്മളിൽ ഡെവലപ്പ് ചെയ്തെടുക്കണം. പലപ്പോഴും നമ്മുടെ ആധ്യാത്മികതയെ നമ്മുടെ കുടുംബാംഗങ്ങൾ നമ്മളുമായിട്ട് അടുത്ത് ബന്ധപ്പെടുന്നവർ അംഗീകരിക്കാത്തതിൻ്റെ ഒരു കാരണം എന്താണെന്നറിയോ? നമുക്ക് ഉള്ളിൽ ആത്മീയതയൊക്കെ ഉണ്ട്, ദൈവത്തോട് സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷേ നമ്മുടെ സംഭാഷണത്തിൽ നമ്മുടെ സ്പിരിച്വാലിറ്റി വെളിപ്പെടുന്നില്ല.
അത് മുറിപ്പെടുത്തുന്നതും അവഹേളിക്കുന്നതും മറ്റുള്ളവർ മാനിക്കാത്തതുമൊക്കെയാണ്. അതുകൊണ്ട് ഈ നന്മയെല്ലാം പോവുകയാണ്. അമ്മ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, അപ്പൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഭാര്യ പ്രാർത്ഥിക്കുന്നുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ ആ ഫ്രൂട്ട്സ് ഈ ഇടപെടലിൽ കാണുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മളറിയാതെ, നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്ന നമ്മുടെ സംഭാഷണ രീതിയാണ്. നമ്മുടെ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവരാജ്യത്തിൻ്റെ വികസനത്തിനും നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യപ്പെടലിനും നമ്മുടെ ബന്ധങ്ങൾ ആഴപ്പെടുന്നതിനും നമ്മൾ ആത്മീയമായി വളരുന്നതിനും നമ്മുടെ ജീവിതത്തിലെ ഈ സംഭാഷണ മേഖല പൂർണ്ണമായിട്ടും മാറ്റണം. അതിനായിട്ട് എന്ത് വേണം? ഇതിൻ്റെ എല്ലാം വാക്കുകളുടെ എല്ലാം ഉറവിടമായ ഹൃദയം വിശുദ്ധീകരിക്കപ്പെടണം. ഹൃദയത്തിലേക്ക് കർത്താവിൻ്റെ രക്തം കടന്നു വരണം. ഒരു പുതിയ ഹൃദയത്തിന് വേണ്ടി ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം.